നമസ്കാരം. ഡി എ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ എന്താണ് സത്യം? കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഒരു കാരണവശാലും മാറ്റിയിട്ടില്ല. അത് തള്ളി പറഞ്ഞിട്ടുമില്ല സതീശൻ, അല്ല നമ്മുടെ ബാലഗോപാൽ, ബാലഗോപാൽ അത് മാറ്റി പറഞ്ഞില്ല. അപ്പോൾ ഇത് സംബന്ധമായി എനിക്കൊരു ന്യൂസ് ഒരു സുഹൃത്ത് അയച്ചു തന്നു. ഞാൻ അതിൻ്റെ അതേപോലെ തന്നെ അങ്ങ് പറയാം. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യട്ടെ, സർവീസ് സംഘടനകൾ വായിച്ച് ചർച്ച ചെയ്യട്ടെ. പത്രവാർത്തയും ഒരു പത്രസമ്മേളനവും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ന്യൂസ്. എന്തായിരുന്നു ഇന്നലത്തെ മീൻസ് എനിക്ക് അയച്ചെന്ന് 17-ാം തീയതിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ 16-ാം തീയതി 16-1 അതായത് ബാലഗോപാൽ ഈ പത്രസമ്മേളനം നടത്തിയ അന്നത്തെ കാര്യങ്ങൾ. ജീവനക്കാരുടെ ക്ഷാമബത്ത അവകാശമല്ല, നിയമപ്രകാരമുള്ള ആനുകൂല്യമല്ലാത്തതിനാൽ ഡി എ വിതരണത്തിൻ്റെ കാര്യത്തിൽ സമയക്രമം നിശ്ചയിക്കാനാവില്ല എന്നാണ് കോടതിയിൽ പറഞ്ഞത്. കുടിശ്ശിക ഡി എ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി എൻ മഹേഷ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ ഒരു വിഷയം വന്നത്. ഹർജിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷാണ്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം ഇത് പല ആളുകൾ നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇത് ശരി എന്താണ് സാർ, സത്യം എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ല കൊടുക്കോ ഇല്ല എന്ന് പറയാനല്ല, അത് ഗവൺമെൻറ് പറയേണ്ട കാര്യമാണ്. ഗവൺമെൻറ് ഹാവ് അഡോപ്റ്റഡ് എ ന്യൂ പ്രാക്ടീസ് ഓഫ് റിലീസിംഗ് ഡിയർനെസ് അലവൻസ് ഇറ്റ്സ് എംപ്ലോയീസിന് പുതിയൊരു പ്രാക്ടീസ് ഗവൺമെൻറ് തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ് പറഞ്ഞല്ല, സത്യവാങ്മൂലത്തിൽ പറഞ്ഞതാണ്. ആൻഡ് ആസ് പെർ ദിസ് പ്രാക്ടീസ് ഗവൺമെൻറ് ഹാവ് ബീൻ ഡിസ്പേഴ്സിംഗ് അഡീഷണൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ഡി എ വിത്ത് എഫക്റ്റ് ഫ്രം ദ ഡേറ്റ് ഓർ മന്ത് സ്പെസിഫൈഡ് ഇൻ ദി ഗവൺമെൻറ് ഓർഡർ. അപ്പോൾ ഗവൺമെൻറ് ഓർഡറിൽ പറയുന്ന ദിവസം മുതലോ മാസം മുതലോ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മുൻകൂട്ടിയുള്ള കാര്യം പറയാതിരുന്നാൽ അത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഓർഡേഴ്സ് സാങ്ഷനിങ് ഈച്ച് അഡീഷണൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ഡി എ, hence there is no amount of DA arrears due to the petitioners in connection with the additional installments of DA sanctioned for dispersal. Government is now or not in a position to furnish a time frame regarding the disbursement of DA since it is not a statutory benefit. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ് അല്ലാത്തതുകൊണ്ട് ഇത് സമയക്രമമൊന്നും പറയാൻ കഴിയില്ല. Disbursement of DA shall not be considered as a right of an employee but that is come under the domain of executive wisdom. ഒരു എക്സിക്യൂട്ടീവ് വിസ്ഡത്തിനകത്ത് വരുന്നതാണ്, ആ ഒരു ബൗദ്ധികമായ തലത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് ഡി എ ഇസ് നോട്ട് എ കമ്പൾസറി സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ്. അതായത് ഇത് തന്നെയാണ് അവിടെ പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തതും ഇത് തന്നെയാണ് പത്രത്തിലും പറഞ്ഞത്. എന്താണ് ബാലഗോപാൽ പറഞ്ഞത്? ക്ഷാമബത്ത അവകാശമല്ല എന്ന സത്യവാങ്മൂലം മന്ത്രി നിഷേധിച്ചോ? മന്ത്രി നിഷേധിച്ചിട്ടില്ല. ക്ഷാമബത്ത അനുവദിക്കാൻ പുതിയ രീതി സ്വീകരിച്ചുവെന്നും അതിന് പ്രകാരം അധികമായ ഡി അനുവദിക്കുന്ന തീയതി മുതലാണ് ഇതിന് പ്രാബല്യമുള്ളതെന്നും അതുകൊണ്ട് കുടിശ്ശിക ഇല്ലെന്നുമുള്ള പ്രസ്താവന മന്ത്രി നിരാകരിച്ചോ? ഇല്ല. എന്താണോ സത്യവാങ്മൂലം കോടതിയിൽ അവർ കൊടുത്തത് അത് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. ഇല്ല എന്നുള്ളത് ഇല്ല എന്നും ഉണ്ടെന്നുള്ളത് ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ആകെ കൊടുക്കാനുള്ള ഡി എ സംബന്ധിച്ച് എന്ന് മന്ത്രി കുടിശ്ശികയൊന്നും ഇല്ല എന്ന് പറഞ്ഞത് ശരിയാണോ? അതുകൂടി പരിശോധിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. 1/1/19 അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണല്ലോ, ജനുവരിയും ജൂലൈയും, അങ്ങനെയാണ് ഡി എ കണക്കാക്കുന്നത്. 6 മാസം കണക്കാക്കുമ്പോൾ 1/7/2019, 1/1/2020, 1/7/2020 എന്നീ തീയതികളുടെ ഡി എ നൽകുന്നത് 26 മാസം, 20 മാസം, 14 മാസം, 8 മാസമൊക്കെ വൈകിയാണ് കൊടുത്തത്. 4 ഗഡു ഡി എയുടെ പി എഫിലേക്ക് പോയ കുടിശ്ശിക പിൻവലിക്കാൻ നിഷ്കർഷിച്ച തീയതികൾ 1/4/2023, 1/9/2023, 1/4/2024, 1/9/2024 ആയിരുന്നു. എന്നാൽ ആ കുടിശ്ശിക പിൻവലിക്കുന്നതിന് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പച്ചക്കള്ളമാണ് ബാലഗോപാൽ പറഞ്ഞത്. ബാലഗോപാൽ ധനകാര്യമന്ത്രിയായതിനു ശേഷം 1/1/2021, 1/7/2021, 1/1/2022, 1/7/2022, 1/1/2023 ഡി എ അനുവദിച്ചതും 1/4/2024 1/10/2024 അടുത്തത്. 1/4/2025, 1/8/2025, 1/10/25 അത് 39, 33 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ആകെ നിശ്ചയിച്ചത് 187 മാസത്തെ കുടിശ്ശികയാണ്. 166 ദിവസത്തെ ശമ്പളത്തുകയായ 1,27,650 രൂപ മുതൽ 9,25,740 രൂപ വരെ ഇത്തരത്തിൽ കിട്ടാതെ പോയിട്ടുണ്ട്. കോവിഡ് സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തില്ല, ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. കേരളത്തിലും കൊടുത്തില്ല. 18 മാസക്കാലത്ത് ഡി എ 3 ഡി എ കേന്ദ്ര സർക്കാർ കൊടുത്തില്ല. 1/1/20 18 മാസം, 1/7/20 12 മാസം, 1/1/21 6 മാസം, ആകെ 36 മാസം. 1/7/21 മുതൽ പഴയതുൾപ്പെടെ കണക്കാക്കി ഡി എ ഉയർത്തി നൽകി.
എന്നാൽ ആ രീതിയിൽ നോക്കിയാൽ കേരളത്തിൽ എത്ര മാസം എന്ന് നോക്കുക, അതുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 1/1/19 26 മാസം, 1/7/19 20 മാസം, 1/1/20 14 മാസം, 1/7/20 8 മാസം, 1/1/21 39 മാസം, 1/7/2021 39 മാസം, 1/1/22 വർഷമാണ് ഈ പറയുന്നത്, ഈ 39 മാസം, 1/7/22 37 മാസം, ആകെ 255 മാസത്തോളം ഇതെല്ലാം കൂടി കുഴച്ചിട്ടുണ്ട്. അഷ്യൂർഡ് പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നു, പക്ഷേ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. ഇനി 2002 എത്രയോ മടങ്ങ് ഹീനമായ 2002 ആന്റണി ഗവൺമെൻറ് സമയത്ത് ഇതുപോലൊരു പ്രശ്നം വന്നു. അന്ന് ജീവനക്കാരുടെ ലീവ് സറണ്ടർ 30 ദിവസം നഷ്ടമായി. പക്ഷേ ഇപ്പോൾ 180 ദിവസമായി ലീവ് സറണ്ടർ നഷ്ടമായിട്ട്. 2001-6 അനുവദിച്ചത് 11% DA ആണെങ്കിൽ മുൻകാല പ്രാബല്യമൊന്നും തട്ടിയെടുക്കാതെയാണെന്ന് കൊടുത്തത്. ഇപ്പോൾ 20 ഗഡു DAയ്ക്ക് അർഹമായപ്പോൾ 14 ഗഡു മാത്രമേ നൽകിയിട്ടുള്ളൂ. 9 ഗഡുവിൻ്റെയും കുടിശ്ശിക തട്ടിപ്പറിച്ചെടുത്തിരിക്കുകയാണ്. 2002 ആർജ്യമുള്ള ജീവനക്കാരുടെ സമരവും മറ്റു കാര്യങ്ങളും, ഒരുപാട് സമരമൊക്കെ നടന്നു. NGO യൂണിയനും KGOക്കാരും ഒക്കെ സമരമൊക്കെ ചെയ്തു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സമരവുമില്ല, എല്ലാം വേറൊരു തരത്തിലേക്ക് പോകുന്നു. അവകാശത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. 2019 മുതൽ പേ റിവിഷൻ അരിയർ ഇനിയും നൽകിയിട്ടില്ല. നിലവിൽ 15% DA 6% കുടിശ്ശികയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വലിയ നഷ്ടമാണ് നടത്തിയിരിക്കുന്നത്. ധനമന്ത്രി നടത്തിയ പ്രസ്താവന മുഖവിലയ്ക്ക് എടുക്കുന്നു എന്ന് FSCTA പറയുന്നു. എന്ത് പ്രസ്താവനയാണ് ധനമന്ത്രി പറഞ്ഞെന്നറിയില്ല. കൊടുക്കുമെന്ന് പറഞ്ഞതാണ് മുഖവിലയ്ക്ക് എടുത്തതെങ്കിൽ 2 ചോദ്യം അറിയേണ്ടതുണ്ട്. 1, ഇത് അവകാശമാണോ ജീവനക്കാരുടെ? 2, അരിയർ കൊടുക്കുമോ?